9 വോൾട്ടിൽ കറണ്ടിന് കണക്ഷൻ കൊടുക്കാനുള്ള കേബിൾ കണക്ട് ചെയ്ത് ഈ ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം. ഈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്ത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൽ AC എന്തായാലും 230 ഏകദേശം ആ വോൾട്ടിൽ ഇതിൽ വരേണ്ടതാണ്. ഏകദേശം വന്നിട്ടുണ്ടാവും. ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഇതിൽ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി ഇതിൽ 230 വോൾട്ട് വരും. അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറണ്ട് ഉണ്ടോ എന്ന്. കറണ്ട് ഉണ്ട്. ഇനി നമുക്കിതിൽ മീറ്ററിൽ ഏകദേശം DC-ലിടാം. DC 600 വോൾട്ടിൽ ഇത് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യുമ്പോൾ എത്ര വോൾട്ടാണ് ഇതിൽ വരുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് എത്ര വോൾട്ടാണ് കൊടുക്കുന്നത്, അതേപോലെ അതിൻ്റെ ഇതിപ്പോൾ 9 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണെന്ന് വെച്ചാൽ ഇൻപുട്ടിൽ ഇപ്പോൾ ഏകദേശം വോൾട്ട് കുറയുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ കുറയാൻ സാധ്യതയുണ്ട്. കോഴിയുടെ ഒരു ഇത് ഏകദേശം 220 16-20 ഏകദേശം വോൾട്ട് ഇതിൽ വരുന്നുണ്ട്. അത് AC ആണ്. ഇനി ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് ഇതിൽ വരുന്നത് ഇതിലാണ് ഈ വോൾട്ട് വരിക. 216-17 വോൾട്ട് വരുന്നുണ്ട്. ഇതിൽ ഈ 2 ലെഗാണ് ഇതിൽ ഔട്ട്പുട്ട് വരുന്നത്. ഏകദേശം ഒരു 200 ലിറ്റർ ചെക്ക് ചെയ്യാം എത്ര വോൾട്ട് ലഭിക്കുന്നു നോക്കാം. ഏകദേശം ഒരു 8.89. അപ്പോൾ ഇത് ഒരു 9 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. ഈ വോൾട്ടേജ് ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് ഇതിൽ വോൾട്ട് വ്യത്യാസം വരുന്നത്. ഇനി ഇതിൽ ഈ ഭാഗം റെക്ടിഫയറാണ്. ഈ ഭാഗം റെക്ടിഫയറാണ് കാണിച്ചു തരാം. ഇതാണ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ടുകൾ. ഈ ഡയോഡുമായി റെക്ടിഫൈ ചെയ്തിട്ട് വരുന്ന DC ഇതിൽ വരും. ഈ ഭാഗമൊന്നും കൈകൊണ്ട് തുടങ്ങും. ഇതിൽ ഈ ഔട്ട്പുട്ട് വരുന്ന ഈ ഔട്ട്പുട്ടിൽ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത് റെക്ടിഫൈ ചെയ്തിട്ട് വരുന്ന DC ഔട്ട്പുട്ട് ഇതിലാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് DC-ലിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടാണ് വരുന്നത്. DC 20 റേഞ്ചിലിട്ട് ചെക്ക് ചെയ്താൽ കറക്റ്റ് അറിയാം. 20-ലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 7.36 8 വോൾട്ട് 8 വോൾട്ട് 7.36 വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ട് കുറവ് കൂടുതലനുസരിച്ചിട്ടാണ് ഇതിൽ ഔട്ട്പുട്ടിൽ വ്യത്യാസം വരുന്നത്. കറക്റ്റ് ഏകദേശം ഒരു 250 വോൾട്ട് കറക്റ്റാണെന്ന് വെച്ചാൽ ഏകദേശം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കറക്റ്റ് 9 വോൾട്ട് ഉണ്ടാവും. ഇപ്പോൾ വരുന്ന വോൾട്ട് അറിയണത് ഏകദേശം 7.38-39 8 വോൾട്ട് കറക്റ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ ലൈനിൽ വർക്ക് ചെയ്യണ കാരണമാണ് ഈ വോൾട്ടേജിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 പോയിന്റിൽ ഇത് പ്ലസ് ഇത് മൈനസ്. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് കണക്ഷൻ എടുത്തിട്ട് ഈ ബാറ്ററിക്ക് റീചാർജിങ്ങിനുള്ള സൗകര്യം ചെയ്യാം. ഇനി ഇതിൽ ഈ ബാറ്ററിയിൽ എത്ര വോൾട്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിലൊക്കെ സെക്ഷനിലൊക്കെ നല്ല വോൾട്ട് വരുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്യാം. ഇതിലിനി ഈ ബാറ്ററിയിൽ എത്ര വോൾട്ടാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൽ ഏകദേശം ഒരു -2 വോൾട്ടിൻ്റെ അടുത്തുള്ളൂ. 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. തീരെ ചാർജ് ചെയ്യാതിരുന്നിട്ട് ഇതിന് ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഇതേപോലെ ട്രാൻസ്ഫോമർ എടുത്ത് ചെയ്തതാണ്. ഇനി ഇതിൽ ചാർജിങ് എങ്ങനെ ചെയ്യണമെന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടുവെന്ന് വെച്ചാൽ ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.